ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങളിവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇത് തൈ പിടിപ്പിച്ചേ. പക്ഷെ പിടിച്ചു, കണ്ടോ, ഇത് കണ്ടോ, പിടിച്ച് കയറി വന്നു. ഇതും പിടിച്ച്, ഇത് 4എണ്ണം, ഇത് 3എണ്ണം പിടിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇത് പിടിച്ചു, ഇതും പിടിച്ചു. പിന്നെ കുറേ കൊല്ലത്തൈകൾ വാങ്ങിച്ചാണിതെല്ലാം. കൊല്ലത്തൈകൾ കണ്ടോ, കൊല്ലയുടെ തൈകളുണ്ട്, മുളകിൻ്റെ. അതുപോലെ തന്നെ ഇത് എന്താ കുരുമുളകിൻ്റെ ചെറിയ കുരുമുളകില്ലേ, അതിൻ്റെ ഇത് തൈകളാണിത്, കണ്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ കാണിക്കാമേ. ഇപ്പം നോക്കിക്കേ, ഞങ്ങളിവിടുത്തെ ചാമ്പയിലുണ്ടല്ലോ നിറഞ്ഞ ചാമ്പയ്ക്കായോ, നോക്കിക്കേ, നിറഞ്ഞ കായ ഉണ്ടായി നിൽക്കുക. നോക്കിക്കേ, വെള്ളോട്ടൊക്കെ നോക്കാം, കണ്ടോ, ഇഷ്ടംപോലെ കായ പഴുത്തത്, കായെല്ലാം പഴുത്ത് നിൽക്കുക, കണ്ടോ, ഇഷ്ടംപോലെ കായ. ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പറിച്ച് തിന്നണം. എൻ്റെ വീടാണ് കേട്ടോ. കണ്ടോ, എൻ്റെ വീടാണ് ഇത്, വീടിൻ്റെ ഭാഗങ്ങളൊക്കെ ഇത്. താഴെ എൻ്റെ അമ്മയുടെ പേരിലുള്ള റബ്ബർ തോട്ടം കാണുന്നത് മൊത്തം കണ്ടോ, അമ്മയുടെയും മൂത്ത ആങ്ങളുടെയും കണ്ടോ, നോക്കാം, കണ്ടോ. വീടിൻ്റെ ഇത് റോഡാണ്, കണ്ടോ, ഇത് റോഡാണ്, ഇങ്ങനെ ഒരു റോഡാണ്. ഈ റോഡിൻ്റെ അടിവശത്താണ് റബ്ബർ തോട്ടം, കണ്ടോ. അതിൻ്റെ അമ്മയുടെയാണ് പകുതി അമ്മയുടേത്, പകുതി ആങ്ങളുടേത്, കണ്ടോ. ചക്കയൊക്കെ ഇഷ്ടം പോലെ വിളഞ്ഞു നിൽക്കുന്നത് കണ്ടോ, നോക്കുന്നുണ്ടോ. ഈ പ്രാവശ്യം ഒരു പ്ലാവേലെ ഭയങ്കര കായ്വ ഉണ്ടായിരിക്കുന്നത്. പ്ലാവ് മൊത്തം കായ്വ ഇപ്രാവശ്യം, നോക്കുന്നുണ്ടോ. ഇതാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ആ കവുങ്ങിൻ്റെ ഓല കിടക്കുന്നിടത്ത് നോക്കിയേ, ചക്ക നോക്കിയേ, അമ്മ മരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാന്ന് തോന്നുന്നു ഭയങ്കര ഒടുക്കത്തെ കായ്വാണ് ഉണ്ടായിരിക്കുന്നത് ഈ പ്രാവശ്യം. അത് വരിക്കപ്പിലാവാം. അതിൻ്റെ മുകളിലോട്ടെല്ലാം നിറഞ്ഞ് ചക്കകളാണ് കിടക്കുന്നത്, കണ്ടോ. അതിൻ്റെ ഇഷ്ടംപോലെ പ്ലാവും ചക്കയും എല്ലാം ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഹോള് കണ്ടോ. ഇതൊരു മുറിയാണ്, ഒക്കെ ഒരുമാതിരിയായിട്ട് കിടക്കുന്നു. ഞാൻ വരുമ്പോൾ ഇവിടെ കിടക്കുന്നത്, ഈ മുറിയില്ല, ഈ കട്ടിലല്ല കിടക്കുന്നത്. ഇതെൻ്റെ അമ്മ കിടന്ന കട്ടിലാണ്. കട്ടിൽ മാറ്റി അവിടെ വേറെ ആൾക്കാർ കയറി. ഈ മുറിയിലാണ് എൻ്റെ അമ്മ കിടന്ന മുറിയാണിത്. കണ്ടോ, അമ്മയുടെ അലമാരിയായി ഇതെല്ലാം. കണ്ടോ, 2 അലമാരിയാണ്, ഒരെണ്ണം ഇവിടെ ഇരിക്കുന്നത്, ഒരെണ്ണം ഇവിടെ ഇരിക്കുന്നത്. എന്നും എൻ്റെ അമ്മയുടെ അലമാരി ഓർമ്മകൾ മാത്രമാണ് കേട്ടോ. ഓക്കെ.